രാവിലെ ആകുമ്പോൾ തന്നെ ഈ വാർത്ത അറിഞ്ഞ് നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇനിയിപ്പോൾ കസ്റ്റംസിൽ നിന്നും പോലീസിൽ നിന്നും കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെല്ലാം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇത് പൂർണ്ണമായും ഈ കണ്ടെയ്നർ ഈ കടൽ ഭിത്തിയിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഒരു പരിശോധനയുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാകുകയുള്ളൂ ഇനി എന്താണ് എന്നുള്ളത്. കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലത്തിൻ്റെ തീരത്തേക്ക് അടിയാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ 2 കണ്ടെയ്നറുകൾ ഇവിടെ അടിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അടിഞ്ഞിട്ടുണ്ട് 2 കണ്ടെയ്നറുകൾ എന്ന് പറഞ്ഞല്ലോ. അത് ഈ പരിമണം എന്ന് പറയുന്നത് അവിടെ നിന്ന് എത്ര ദൂരം, ഈ അഴീക്കൽ നിന്ന് എത്ര ദൂരമാണ് അവിടേക്കുള്ളത്? ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ആ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ചവറയ്ക്ക് സമീപമാണ് പരിമണം ഉള്ളത്. ഈ പരിമണം ഇതിപ്പോൾ ചെറിയ അഴീക്കൽ ആലപ്പുഴയുടെ അതിർത്തി പ്രദേശമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കൊല്ലം അഴീക്കൽ എന്ന് പറയുന്നത് അത് ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശം, കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. തൊട്ടടുത്ത് തന്നെ ആലപ്പുഴയാണ്. ഏകദേശം KMMLന്റെ തൊട്ടടുത്ത് ചവറ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ 2 കണ്ടെയ്നറുകൾ കൂടി അടിഞ്ഞു എന്നുള്ള വിവരം ലഭ്യമാകുന്നത്. ആ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ തുറന്ന കണ്ടെയ്നർ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. പോലീസ് എന്തായാലും നാട്ടുകാർക്കൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ വശത്തേക്ക് ആ കണ്ടെയ്നർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകരുതെന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു വൻ പോലീസ് സംഘം തന്നെ ആ ഭാഗത്തേക്ക് നീങ്ങി കൊല്ലത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയുമെന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പരിശോധനകളടക്കം നടത്തുകയും ചെയ്തിരുന്നു. തീരദേശത്തുള്ള ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 112 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കണം. ആരെങ്കിലും കണ്ടെയ്നർ കണ്ടാൽ അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകരുത്, തുടരുത് എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു ബോധമുണ്ടായിരുന്നു. അങ്ങനെ അവർ തന്നെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴെന്തായാലും 2 കണ്ടെയ്നർ കൂടി കൊല്ലത്തിന്റെ തീരത്ത് അടിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം. എന്തായാലും കൊല്ലം ചവറ പരിമണത്താണ് 2 കണ്ടെയ്നർ കൂടി കരക്കടിഞ്ഞു എന്നുള്ള വിവരം വരുന്നത്. നമുക്ക് അതിന്റെ കൂടി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. എപ്പോഴാണ് കരക്കടിഞ്ഞത്, മറ്റ് എന്തെങ്കിലും ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും അവിടെ പരിശോധനയ്ക്കായിട്ട് പോയിട്ടേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദിലീപിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. മറ്റു കുറച്ച് വിശദാംശങ്ങൾ കൂടി മറ്റു വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതായത് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞു തുടങ്ങിയതോടെ തീരങ്ങളിൽ അതീവ ജാഗ്രതയാണ്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം തീരങ്ങളിൽ നിരീക്ഷണം തുടരുന്നു. തീരത്തടിയുന്ന വസ്തുക്കൾ തുടരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി തന്നെ എല്ലാവരും പാലിക്കുക. 112 വിവരം അറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അരുൺ സോളമനും SS ശരത്തും ചേരുന്നുണ്ട്. ആദ്യം അരുൺ സോളമനിലേക്ക് പോകാം. അരുൺ, എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ തീരത്തടിയുന്ന സാധനങ്ങളിൽ തുടരുത്, വസ്തുക്കളിൽ തുടരുത്, നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്നുള്ളത്. ഇന്നിപ്പോൾ കൊല്ലം തീരത്ത് 3 കണ്ടെയ്നറുകൾ ഇതിനോടകം എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തീരങ്ങളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് അല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ചീഫ് കമ്മീഷണറുടെ ഓഫീസ് ഓഫ് കസ്റ്റംസ് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഇത്തരത്തിൽ സുരക്ഷാ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ കണ്ടെയ്നറോ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഈ 112 വിവരം അറിയിക്കാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കളിൽ അവരെടുത്ത് സൂചിപ്പിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് പോലുള്ള വസ്തുക്കൾ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നാൽ വളരെ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇവ സ്പർശിക്കുകയോ ഇവരെ അടുത്ത് പോകാനോ പാടില്ല എന്നുള്ളതാണ്. 200 മീറ്റർ ചുറ്റളവിൽ പോലും എത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം അധികൃതർക്ക് മുന്നിൽ അറിയിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഈ കസ്റ്റംസിന്റെ തന്നെ പ്രിവെന്റീവ് യൂണിറ്റുകളെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനായിട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ പ്രിവെന്റീവ് യൂണിറ്റിന്റെ കൺട്രോൾ റൂമുകൾ കൂടി തുറന്നിട്ടുണ്ട്.
പ്രത്യേകിച്ചും ആലപ്പുഴയിലൊക്കെ ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പ്രിവന്റീവ് റൂമുകൾ തുറന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളതാണ്. എന്തായാലും പൊതുജനങ്ങളും വളരെയധികം ജാഗ്രത പാലിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടായിരുന്നില്ല. ആശങ്ക വേണ്ട, വലിയൊരു ആശങ്കയ്ക്കുള്ള ഒരു സാഹചര്യമില്ല. എന്തായാലും ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ളത് തന്നെയാണ് കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശ്രുതി.